അപ്പോൾ ഹേ ഗേസ്, അപ്പോൾ നമ്മുടെ പാർട്ട് 2. അപ്പോൾ നമ്മൾ 10:01 കറക്റ്റ് 10:01 തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതാ ലാസ്റ്റ് വരെ ബാക്കിലോട്ട് നടന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ 2 ബോഗിയും ഫ്രണ്ടിൽ 2 ബോഗിയുള്ളത്. അറിയാമല്ലോ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കതിൽ പെട്ടകഞ്ഞി അപ്പോൾ പോലെ നമ്മൾ വേറൊന്നുമില്ല, സെറ്റ് ചെയ്യാം. ഓക്കെ, ട്രെയിൻ വന്ന് നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്ന്. ഈ ഫോൺ വേഗം എടുത്ത് വെച്ചേക്കാം. കാരണം എന്താണെന്നറിയോ, ഈ ഫോൺ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നോക്കിയാൽ ഞങ്ങൾ എജ്ജാതി തിരക്കാച്ചിട്ടാ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതും പിടിച്ചിട്ടാണ്ട് കയറാൻ പറ്റില്ല. ഫോൺ എടുത്ത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കാണിച്ചു തരാം. കാരണം നമുക്ക് മുന്നിൽ കയറിക്കാം. ആ മുന്നിൽ കയറി നിന്നതുകൊണ്ട് അവിടെ ഒരു ചന്തി വെക്കാൻ സൈഡ് കിട്ടി. അതുകൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. ഡാർക്കാണ്ട് മക്കളെ, നല്ല ക്ഷീണം. ഇപ്പോൾ ഓടി കിടന്നിട്ട് ഉറങ്ങിക്കാലോ എന്ന് വിചാരിച്ച് കണ്ണൊക്കെ അടച്ച് കിടന്നതാ. പിന്നെ അങ്ങോട്ട് ചൂടെടുക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ എന്താ, ട്രെയിൻ പിടിച്ചിട്ടേക്കുന്നു. ഷൊർണൂർ എത്തിയപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഷൊർണൂർ പിടിച്ചിട്ടേക്കണ്. ആകെ എടങ്ങേറായി. ചൂടെടുത്തിട്ട് ഒക്കെ പുറത്തിറങ്ങി നിൽക്കുക. പുറത്താണ്. പിന്നെ എല്ലാവരും നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ പിന്നെ എടുക്കുകയും ചെയ്ത്. പിന്നെ എല്ലാവരും അതിൽ കയറിയിരുന്ന് പിന്നെ പോരുന്നെ. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കോട്ടയം എത്തിയെന്ന്. പെട്ടെന്ന് എത്തിയ പോലെ. അത് നമ്മൾ കടന്നുറങ്ങിയോണ്ടാണോ എന്ന് അറിയില്ല. കോട്ടയം എത്തി എന്തായാലും. പിന്നെ നമുക്ക് എന്തായാലും ഇനി ഫ്രഷൊക്കെ ആവാനുണ്ടല്ലോ, ബാക്കി പരിപാടികൾ നോക്കണ്ടേ. അപ്പം നമ്മൾ ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ ഓൾറെഡി സർക്കാരിൻ്റെ മറ്റേതുള്ളതല്ലേ, നമ്മുടെ AC റൂം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ നോക്കി കണ്ടില്ല. എന്നാൽ പിന്നെ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് കിടക്കുമ്പോഴാണ് ഈ ബോർഡ് അവിടെ കണ്ടത്. AC വെയിറ്റിംഗ് ഹാൾ കോട്ടയം ബോർഡ് കണ്ട്. പിന്നെ ബോർഡുള്ളിടത്തേക്ക് ഓടിച്ചത്. അത് തന്നെ നേരെ എൻട്രൻസിൽ നിന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക്. കോഴിക്കോട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ. റൈറ്റ് സൈഡ് കണ്ട് നടന്ന് കുറച്ച് നടക്കണം എന്നുള്ളൂ. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂമുണ്ട്. അതേ സിസ്റ്റം തന്നെ. 30 റുപ്യക്ക് ഉള്ളിൽ കയറാം. 1 അവർ യൂസ് ചെയ്യാം. 4:56 കയറി 5:56 അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും പറഞ്ഞു. പക്ഷേ കോഴിക്കോടിൻ്റെ അത്ര ഇതില്ല കേട്ടോ, ഉള്ളിലൊന്നും അത്ര വലിയ വൈബില്ല ഇവിടെ. ആ സമയത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി കുളിച്ച് മാറ്റി വന്ന് പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇതെന്തായാലും കാണിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് നേരെ തിരിച്ചു പോയി ആ ക്യാമറയിട്ട് ചെന്ന് അവിടുത്തെ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ കാണിച്ച്. കാരണം എന്താ അറിയുമോ, അത്ര നീറ്റായിരുന്നു, നല്ല സൗകര്യം ഉണ്ടായിരുന്നു, സംഭവം സെറ്റാണ്. കോഴിക്കോട് ഈ സാധനം കേട്ടോ. കോഴിക്കോട് ഇത്ര അല്ല. കോഴിക്കോട് ആകെ 2 എണ്ണം ഉള്ളൂ, 2 ബാത്റൂം മറ്റുള്ളൂ. അതിൽ തന്നെയാണ് കുളിക്കാനും ടോയ്ലറ്റും ഒക്കെ ഉള്ളത്. ഇത് 4 ടോയ്ലറ്റ് വേറുണ്ട്, 4 ബാത്റൂം വേറുണ്ട്. അത് സെറ്റാണ് അവിടെ. അത്രയ്ക്ക് നീറ്റായിട്ട് കൊണ്ട് നടക്കണമുണ്ട്. പിന്നെ ഇപ്പം നമ്മളും കുളി കഴിഞ്ഞ് സെറ്റായിക്കണം. എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇറങ്ങല്ലേ ഇവിടുന്ന് അങ്ങോട്ട് തെറിക്കാന്നേ. ഇവിടുത്തെ സമയം കഴിഞ്ഞ് ബാ. അപ്പോൾ കുളിച്ച് മാറ്റി ഒരുങ്ങി ഒക്കെ സെറ്റായി. നമ്മളെന്ത് ചെയ്യാണ്, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകണം. കോട്ടയത്തെത്തി. കോട്ടയത്ത് നിന്ന് ഇനിയിപ്പോൾ 6 മണിക്ക് നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു 6 മണിക്കേ ബസ് ഉണ്ടാവുള്ളൂ. 6 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യും. നേരെ ബസ് സ്റ്റാൻഡിൽ പോവാം. അവിടെ നിന്ന് എന്ത് ചെയ്യുക, നേരെ മുട്ടം ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറിയിട്ട് നമുക്ക് അവിടെ ചെന്നിറങ്ങണം. വാം ബാ. ഓക്കെ, ഇതിലൂടെ എന്ത് ചെയ്യുക, നമുക്ക് നടക്കാം. ഇതിലൂടെ നേരെ തന്നെ ലെഫ്റ്റ് എടുത്ത് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് റൈറ്റ് തിരിഞ്ഞാലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ചാടുക എന്നാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഏട്ടൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അതേപോലെ തന്നെ നേരെ വന്ന് ലെഫ്റ്റ് എടുത്ത് സ്റ്റെപ്പ് കയറി റൈറ്റ് എടുത്ത് നേരെ എന്ത് ചെയ്ത് പുറത്തോട്ട് ചാടി. നമ്മളിപ്പോൾ എന്താണ്, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി. കുറേ ഓട്ടോറിക്ഷകളൊക്കെ നിർത്തിയിട്ടുണ്ട്. കാരണം ഈ സമയത്ത് നല്ല കളക്ഷൻ കിട്ടുന്നതല്ലേ. അപ്പോൾ എന്ത് ചെയ്ത് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. നമ്മൾ നേരെ എന്ത് ചെയ്ത് ബസ് സ്റ്റോപ്പ് നോക്കി നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് മഴ പെയ്തായിട്ട് ശ്രദ്ധിച്ച്. ചെറുതായിട്ട് മഴ ഒന്ന് ചാർന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും പുലർച്ചയല്ല, നല്ല മഴ ചാറ്റിലുണ്ട്. അപ്പം നേരെ നോക്കിയപ്പോൾ അവിടെ ഒരു ചായക്കടയും കണ്ടു. അപ്പോൾ ആ ചായക്കട എന്ത് ചെയ്ത് ലക്ഷ്യമാക്കി നമ്മൾ അങ്ങ് നടന്നു. ഒരു ചായ പിടിക്കാമെന്ന് വിചാരിച്ച് ചായയും പറഞ്ഞ് ചായയും കിട്ടി. അതിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എവിടെയാണ് ഈ ബസ് സ്റ്റോപ്പ് എന്നുള്ളത്. അപ്പോൾ മൂപ്പരാൾ പറഞ്ഞു, മോനെ അങ്ങോട്ട് നിന്നാൽ മതി, അവിടെ ബസ് വരുന്നു. അപ്പോൾ അവിടെ 2-3 ആൾക്കാർ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളും അതേ നിർത്തം അവിടെ നിന്ന് കുറച്ച് നേരം ഉണ്ട്. ഒരു 6 മണി 6:05 ഒക്കെ ആയപ്പോൾ എന്തായാലും ബസ് വന്നപ്പോൾ തന്നെ നമ്മളതിൽ ചാടി കയറി. ഒരു 19 റുപ്യക്ക് ടിക്കറ്റ് കൊടുത്തു. 19 റുപ്യാണ് നമ്മുടെ KSRTC സ്റ്റാൻഡിലോട്ട്. അപ്പോൾ പിന്നെ ബസ്സിലും കയറി ഇരുന്ന് നമ്മൾ നേരെ എന്ത് ചെയ്ത് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി വണ്ടിയും നീങ്ങി നമ്മളതിലുണ്ട്. ഇതേ ഒരു 10 മിനിറ്റ് അപ്പോഴേക്ക് എന്ത് ചെയ്ത് KSRTC സ്റ്റാൻഡിലെത്തുകയും ചെയ്തു. നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ എന്ത് ചെയ്ത് എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് ചോദിച്ചു, മാഡം ഇവിടെ ഈ മുട്ടം ബസ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, മോനെ നീ ഇവിടെ മുട്ടം ബസ് കാത്ത് നിൽക്കണമെങ്കിൽ കുറേ നേരം നിൽക്കേണ്ടി വരും. അതിലും നല്ലത് മോനെ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പം എന്ത് ചെയ്യും, തൊടുപുഴ ബസ് വരും, അത് നോക്കിക്കോ, അതിൽ വേഗം കയറിയിട്ട് അവിടുന്ന് വേഗം മുട്ടത്തേക്ക് എന്ത് ചെയ്യും
ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മുട്ടം ബസ് നോക്കി നിൽക്കാതെ തൊടുപുഴ ബസ് നോക്കി. അപ്പോൾ തൊടുപുഴ ബസ് വേഗം വരികയും അതിലേക്ക് നമ്മൾ ചാടി കയറുകയും ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് നോക്കിയപ്പോൾ മുന്നിൽ സീറ്റ് ഒഴിവുണ്ട്. ഇത് ഡ്രൈവറിൻ്റെ അല്ല കേട്ടോ, ഡ്രൈവറിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ സീറ്റ് ഒഴിവുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിരുന്നു. പിന്നെ ഡ്രൈവർ മാമൻ എത്തുകയും ചെയ്ത് നേരെ എന്ത് ചെയ്ത് വണ്ടി എടുത്ത്. അപ്പോൾ പിന്നെ പുറത്തേക്ക് എടുത്തോളാൻ പറഞ്ഞു. എടുത്തോ, ഓടിച്ചോ 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 ഓടിച്ചോ. അയ്യോ ഓട്ടോറിക്ഷ ബാക്ക് പോയി. നമ്മൾ കഴിച്ചിലായി. ഇനി ഒന്നും നോക്കണ്ട, നേരെ വിട്ടോ, ഞാനുണ്ട് അവിടെ, ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് 81 രൂപയുടെ ഒരു ടിക്കറ്റുമായിട്ട് കണ്ടക്ടറും വന്നത്. നമ്മൾ എന്ത് ചെയ്തു, തൊടുപുഴക്ക് ടിക്കറ്റ് കൊടുത്തു. എന്നിട്ട് അങ്ങനെ സൈഡിൽ കാഴ്ചകളും കണ്ടിരിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിയായിരുന്നു. കാരണം പിന്നെ തുറന്നപ്പോൾ ഇതാ അവസ്ഥ. സൂര്യൻ വന്ന് കണ്ണിലോട്ട് അടിക്കുകയായിരുന്നു. അതിന് വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു. പിന്നെയും കടന്നുറങ്ങിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം പിന്നെ കേൾക്കണം എന്താ വെച്ചാൽ ഈ തൊടുപുഴ എന്നുള്ള. അപ്പം തന്നെ മനസ്സിലായി നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന്. വേഗം ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലോട്ടും കയറി ചെന്ന് അപ്പം തന്നെ എടുക്കുന്ന ബസ് ഉണ്ടായിരുന്നു, അതിലും ചാടി കയറി. മുറ്റത്തേക്ക് തന്നെ ആയിരുന്നു അത്. നേരെ അതിലിരുന്നപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഇന്നത്തെ കളക്ഷൻ എന്താണ്, വയനാട്ടിലോട്ടുള്ളതാണ്. നമ്മൾ മലയാളികൾ പൊളിന് കേട്ടോ. ഒരു ദുരന്തം വന്ന സമയത്ത്, ഒരു അപകടം വന്ന സമയത്ത് എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായിട്ട്. അപ്പോഴാണ് പറഞ്ഞത് ഈ പ്രൈവറ്റ് ബസ്സിൽ നിന്ന് പോകുന്ന കളക്ഷൻ മൊത്തം എന്താണ്, വയനാട് ദുരന്തത്തിന്. അപ്പം നമ്മളെന്തായി, ഏകദേശം ഇതിൻ്റെ ഇടയിൽ ഇവിടെ എത്താനുമായി. ഇപ്പോൾ ബസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് നമ്മളിതാ ഇറങ്ങാനായി. വാ ഈ സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണം. നമ്മളിത് അവിടെ ഇറങ്ങും. അപ്പോൾ ടീം നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും കുറച്ച് പണിയുണ്ട്. കുറച്ച് പണിയല്ല, ഒരു 1.5 പണിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ടൈം എടുക്കും. എപ്പോൾ തീരുന്നുള്ള ഒരു പിടിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി നെക്സ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബൈ. എന്തായി ഇവിടുത്തെ കഴിഞ്ഞ്, പക്ഷെ പൊലമ്പയിലും പൊലമ്പത്തമ്മയിലും. പിന്നെ ഇപ്പം എന്താക്കണം, ഇനിയിപ്പോൾ അടുത്ത് പോകണം. ഇപ്പോൾ ഇവിടുന്ന് നേരെ എന്താണ്, കട്ടപ്പന പോകണം. കട്ടപ്പനയിൽ നിന്നാണ് പിന്നെ ബസ് പോകുന്നത്. അപ്പോൾ ഈ കട്ടപ്പനയിൽ നിന്ന് എത്തി, അവിടെ എത്തിയിട്ട് ഇന്നത്തെ നടക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇന്ന് അവിടെ നിൽക്കേണ്ടി വരും സ്റ്റേഡിയം, അല്ലെങ്കിൽ നമ്മളൊരു ഡേ നിൽക്കേണ്ടി വരുന്നുള്ള മൈൻഡ് തന്നെ ആയിരുന്നു. കാരണം നടക്കില്ലായിരുന്നു. അത്ര ദൂരമുണ്ട് ഇവിടെ നിന്ന്. ഇനി അവിടെ തന്നിട്ടു കണ്ടു. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, ബസ് കാത്തുക. എപ്പോഴെങ്കിലൊക്കെ വന്നതാ പറഞ്ഞു ബസ്. അയ്യോ കുറേ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ബസ് വരുന്നില്ല. കൽപ്പറ്റ ബസ്, നിങ്ങളെവിടെയാണ്? നിങ്ങളെ കാത്തിരിക്കുന്നത്. എവിടെ? ഓൻ്റെ എൻട്രി നടക്കുന്നില്ല. അതേ പോലീസ് എൻട്രി ചെയ്യുന്നു. ഇതിപ്പോൾ എങ്ങോട്ടാ? ഇവരുടെ കൂടെ പോയാലോ, കയ്യട്ടി നോക്കിയാലോ, നിർത്തുമോ? സാധ്യതയില്ല, പൊക്കോട്ടെ. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമമായിക്കൊണ്ട് അവൻ വന്നു. അങ്ങനെ അതിലെന്ത് ചെയ്ത് പെട്ടെന്ന് കയറി. ആ തിരുവിലായതുകൊണ്ട് വേഗം വന്നിട്ട് കയറി നിൽക്കുക. അപ്പം അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. അതിലും ടിക്കറ്റ് ഇല്ല കേട്ടോ. അതും ഇന്ന് വയനാടിൻ്റെ ധനസഹായാർത്ഥമുള്ള പരിപാടികളാണ്, കളക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലും നമുക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് പറയും, പിന്നീട് അവരതിൻ്റെ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യും. ഇത് കണ്ട, അത് ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടൊരു ഗ്രൗണ്ടാണ്. പൊള്ളി ഗ്രൗണ്ട്, ഒരു രക്ഷയില്ല. അതായത് ആ കാടുകൾക്ക് നടുവിൽ പച്ചപ്പുല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടൊരു അടിപൊളി ഗ്രൗണ്ട്. പക്ഷെ അവിടെ കൾച്ചർ ആരുമില്ല. ഇതൊക്കെ നമ്മുടെ മലപ്പുറത്താണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ മോനെ സീനാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കാഴ്ചകളും കണ്ടിരുന്നു. അതിൽ ഏറ്റവും വലിയ വൈബ് എന്തായിരുന്നു അറിയോ, ഈ പുറത്തുള്ള കാഴ്ചകളും മാത്രമല്ല, അതിൻ്റെ കൂടെ എന്താണ്, അടിപൊളി പാട്ടായിരുന്നു ബസ്സിൽ. നല്ല എപ്പറക്കിനും സോങ്ങുകളുടെ കൂടെ അതിങ്ങനെ കേൾക്കുകയും ചെയ്യാം. അതിൻ്റെ ഇടയിലാണ് ഈ കൂളമ്മാവൻ ഡാമും കണ്ടത്. ഡാമിൻ്റെ മേലെ കൂടെയുള്ള യാത്ര അടിപൊളിയായിരുന്നു. ബസ്സിലും കൂടി ആകുമ്പോൾ, ലൈൻ ബസ്സിലും കൂടി ആകുമ്പോൾ ഒരു രക്ഷയില്ല. KSRTCയിലാണ് നമ്മൾ അധികം പറയൽ. KSRTCയും പൊളിയാണ്. ബസ്സിലാണെങ്കിലും ഉണ്ടല്ലോ, പുറത്തുള്ള കാഴ്ചകളും കൊണ്ട് വൈബ് അടിച്ചിരിക്കും നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ വണ്ടിയിലുള്ള പാട്ടുകളത്, ബസ്സിലുള്ള പാട്ടുകളത് ഒരു പൊള്ളിയിരുന്നു. നൈസായിട്ടുള്ള പാട്ടുകളും കേട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക മൂഡാണ്. ഒരു രക്ഷയില്ല. പ്രത്യേക മൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക മൂഡ്. അതും കേട്ട് നമ്മളങ്ങനെ ഇരുന്ന് പോവും. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള കാഴ്ചകളാണെങ്കിലും അതും വേറെ വൈബ്. ഒരേ പുള്ളി പറഞ്ഞു കഴിഞ്ഞാലും നൈസാണ്. ഇത് കണ്ട, ഇതേപോലെയുള്ള ബസ് സ്റ്റാൻഡുകളും നമുക്ക് കാണാൻ സാധിക്കും. 2 ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് ജസ്റ്റ് 2 മുള കൊണ്ട് കെട്ടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല ഒരു വെള്ളച്ചാട്ടം. ഇതേപോലെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് രസിച്ച് നമ്മളിതാ
ഇവിടെ എത്തി. കട്ടപ്പനെത്തി. ഇവിടെ ഇപ്പം ഇനി ഇറങ്ങണല്ലോ. അപ്പം അതെല്ലാം കോമഡി. കട്ടപ്പനെത്തി. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തിറങ്ങി. ചേട്ടാ ഈ നെടുങ്കണ്ടം ബസ് എവിടെ കിട്ടുക എന്ന് ചോദിച്ചു. മോനെ അത് അപ്പുറത്ത് നിർത്തിയിട്ടുണ്ടാവും പറഞ്ഞു. അപ്പം നേരെ അപ്പുറത്ത് കൂടെ കറങ്ങി ഇവിടെ വന്ന് നോക്കിയപ്പോഴോ നമ്മൾ വന്ന അതേ ബസ് തന്നെ ഉണ്ടോ അത്. ആകെ ചടച്ച് പോയി. ഇത് നെടുങ്കണ്ടത്തേക്കുള്ള നമുക്കുണ്ട് അതിനെക്കുറിച്ച് അറിവില്ലല്ലോ. പിന്നെന്ത് ചെയ്യുക, നിന്നിട്ട് അതിലുണ്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഈ പോരുന്നത് പോലും നമ്മുടെ തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്തു കൂടെയാണ്. നൈസായിട്ട് പിന്നെ അതിൽ തന്നെ വരാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ തന്നെ അങ്ങോട്ട് പോകുന്നല്ലോ. നമ്മൾ പിന്നെ ഇപ്പോൾ ഇവിടെ എത്താനായി. ഇതാ എത്തി നമ്മൾ ഇറങ്ങുകയാണ് നെടുങ്കണ്ട. അപ്പം നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടി അപ്പം എന്ത് ചെയ്യില്ല, അന്ന് നടക്കൂല. അപ്പം നാളത്തേക്ക് അന്ന് ഇവിടെ റൂമൊക്കെ എടുത്ത് നിൽക്കട്ടെ. നോക്കട്ടെ റൂം കിട്ടണ്ടാണല്ലോ കേട്ടോ. നെടുങ്കണ്ടം നമുക്ക് റൂം തപ്പാദ്യം. അങ്ങനെ റൂം അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡിൽ ഒരാളടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ മോനെ അപ്പുറത്തുണ്ടടാ ഒരു നമ്മുടെ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ടോ ഒന്നെന്ന് പറഞ്ഞു. അതാണ് മരിയ, അങ്ങനെ എന്തൊരു ലോഡ്ജിൻ്റെ പേരും പറഞ്ഞു. മെരീനല്ലേ, അങ്ങനെ എന്തൊരാണ്. പിന്നെ നമ്മളെന്തായാലും അത് നോക്കിയിട്ട് നേരെ എന്ത് ചെയ്ത് നടന്നായിരുന്നു. ദേ അവിടെ എത്തി. നേരെ മേലെ കയറിയപ്പോഴാണ് റിസപ്ഷനിൽ ആളില്ല. അപ്പോൾ അവിടുത്തെ നമ്പറിൽ നമ്മൾ വിളിച്ചു. ആൾ വന്നു, റൂം തന്നു. ആകെ 600 രൂപയുള്ളൂ സിംഗിൾ റൂമിനെന്ന് പറഞ്ഞു. റൂം നോക്കി ഞങ്ങൾ ആദ്യിച്ചിട്ടാ. എനിക്കിഷ്ടമായി. 600 റുപ്യക്ക് വെറുത്താണ് സംഭവം. സെറ്റാണ് ഉണ്ടാവും. നല്ല നീറ്റും ക്ലീനുമാണ്. അപ്പോൾ പിന്നെ ഇനി അത് കറക്റ്റ് നീറ്റും ക്ലീനാണെന്ന് പറയുന്നത് നമ്മൾ എവിടെ പോകണം, ബാത്റൂമിലൊന്ന് പോയി നോക്കണം. പോയി നോക്കി അവിടെയും സെറ്റാണ്. അപ്പോൾ പിന്നെ എന്തായാലും റൂം എടുത്ത് ചിന്തിക്ക് ഞാൻ പറഞ്ഞില്ലോ, നല്ല ക്ഷീണമുണ്ട്, നല്ല ഇടങ്ങേറാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടക്കട്ടെ കേട്ടോ. റൂം എടുത്ത് നേരെ വന്നു ഒറ്റ കിടത്തം. എന്നിട്ട് അങ്ങോട്ട് എണീറ്റ് മാതിരി ക്ഷീണം അമ്മാതിരി ഉറക്കും സുഖമായിട്ട് വന്നിട്ട്. ഇപ്പം നീച്ചപ്പോഴാണ് ചെറിയൊരു പനിക്കോളുണ്ടോയെന്നൊരു സംശയം. നോക്കാം. സെറ്റും മറ്റേ 650 ഉണ്ട് കയ്യിൽ. അതൊന്ന് അടിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം. ഒന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് കഴിക്കണം, ഒന്ന് പുറത്ത് പോകണം. നേരെ വരുന്ന പിന്നെയും കിടന്നുറങ്ങുന്നു. അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിവിടെ കട്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് നാളത്തെ വേറെ സെറ്റ് ചെയ്യാം. നാളത്തെയും പിന്നെ റിട്ടേൺ അടിയും പോണത് അവിടെ എത്തുന്നതും സെറ്റ് ചെയ്യാം. അപ്പം എന്നാൽ ഓക്കെ, ബൈ. വീണ്ടും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ നമ്മുടെ ബെല്ലൈക്കണം. ഓക്കെ, അപ്പോൾ ബൈ.